എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പം എന്താ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം അമ്മയും അച്ഛനും പൊന്നു മറിച്ചും എല്ലാവരും വന്നിട്ട് പിന്നെ നിച്ചു. അപ്പം ഇന്നലെ വന്നിട്ട് നമ്മൾ ഫുൾ സെറ്റായി. അതിനുശേഷം രാവിലെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഉച്ചക്കത്തുള്ള എല്ലാം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉച്ചക്കത്തുള്ള എല്ലാം ആയി. ഇപ്പം ചോറ് ആയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ചോറ് വെക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ സമയമെല്ലാം സ്പെൻഡ് ചെയ്ത് എന്താ പറയുക ഇങ്ങനെ അടിപൊളിയാക്കി ഇരിക്കുകയാണ്. പിന്നെ എന്തായിട്ട് ഇവിടെ ഉച്ചക്ക് ഇറങ്ങാൻ പറ്റും. നല്ല ചൂടാണ്. കണ്ണൂർത്തേയും കാട്ടി നല്ല ചൂടുണ്ട് എറണാകുളത്ത്. അപ്പം ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോകുന്നേ പോവുള്ളൂ. ആൻഡ് എന്നത്തെ സ്പെഷ്യലൊക്കെ കാണിച്ചു തരാം കേട്ടോ. രാവിലെ ആക്കിയത് ദോശയാണ്. അത് ഒരു 3 ബാക്കി ഉണ്ടെങ്കിലും കേട്ടോ. പിന്നെ നമ്മളെ ചമ്മന്തി ആക്കിയിട്ടുണ്ടെങ്കിലും അതും ലേശം ബാക്കിയുണ്ട്. പിന്നെ സാമ്പാർ അത് രാവിലെ ആക്കിയത്. ഉച്ചക്കത്തേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെന്താ കൂർക്ക മെഴുക്ക് വരട്ടി. അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരു മെഴുക്ക് വരട്ടിയാക്കി. കൂർക്കനൊക്കെ ഉണ്ട്. പുളിങ്കറി സെറ്റായി. പുളിങ്കറി ആയിട്ട് രാവിലെ ആക്കി വെച്ചതാണ്. അതുകൊണ്ട് ഉച്ച കഴിക്കാനാകുമ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ടാവും. നല്ല മണമുണ്ട്. പുളിശ്ശേരി എന്നും പറയാം, പുളിങ്കറി എന്നും പറയാം. പിന്നെ നമ്മളെ ചോറ് ഈ ഒരു പാത്രത്തിലാട്ടോ. 2 പാത്രത്തിൽ ഞാൻ ചോറാക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്ര ആളുണ്ടല്ലോ. അപ്പം വലിയ കലം സത്യം പറഞ്ഞാൽ വാങ്ങാൻ വിട്ടുപോയി. ഞാൻ വെച്ചത് മതിയാവുമെന്ന്. അപ്പം നോക്കുമ്പോൾ കലം തന്നെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കലം വാങ്ങിച്ചിട്ടില്ല. നോക്കിയിട്ട് വാങ്ങണം. അപ്പം ഈ 2 പാത്രത്തിൽ ചോറാക്കുകയെന്ന്. ഇത് ഞാൻ നേരത്തെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ ഇനി ഒന്നും കൂടെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് ഇവിടെ സെറ്റാവും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും അവിടെ പുറത്തും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ മുഴുവനും വഴിയാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കുറേ നാളായില്ലേ. നമ്മളവിടെ പോകുമ്പോൾ ഇങ്ങനെയെല്ലാം വർത്താനം പറഞ്ഞിരിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പം പോയിട്ട് ഇപ്പം കുറച്ച് നാളായി. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വർത്താനം പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിച്ചുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നിച്ചുവാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ മാറി മാറി വരുവാന്ന്. ഏജ് കൂടുന്തോറും അങ്ങനെ മാറി മാറി വരുമല്ലോ. അതേപോലെ നിച്ചുവിൻ്റെ മുടിയായാലും മുഖമായാലും എല്ലാം ഇങ്ങനെ മാറി മാറി വരുമായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ചൂട് നല്ല ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല ചൂടാണ്. കണ്ണൂരിനെയും കാട്ടിയും ചൂടുണ്ട് ഇവിടെ. കണ്ണൂർ നമുക്ക് ചുറ്റും മരമെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മുകളിലും കൂടെ ആയതുകൊണ്ട് ടെറസിൽ നിന്നുള്ള ചൂട് ഭയങ്കരമായിട്ട് വരും കേട്ടോ. അങ്ങനെ അഗേട്ടനും നിച്ചും കൂടി ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരികയെന്ന് പറഞ്ഞിട്ടില്ല. വെല്ലിനെ കൂട്ടാണ്ട് പോയില്ലേ? വെല്ലിനെ കൂട്ടാണ്ട് പോയില്ലേ? വെല്ലിച്ചനൊന്നും വാങ്ങി തന്നിട്ടില്ല. എൻ്റെ മോക്ക് വെല്ലിച്ചനൊന്നും വാങ്ങി തന്നിട്ടില്ല. ചെരുപ്പൂര് ഒന്നും വാങ്ങി തന്നിട്ടില്ല എന്നടാ. എവിടെ എന്റെ മോള് നടക്കാൻ പോയേ? എവിടെ? എന്റെ അപ്പം ഇന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം വിചാരിച്ചു ഫോട്ടോ വെച്ചേക്ക് പോകാമെന്ന്. ഓൾറെഡി വെൽ പ്ലാൻഡ് ആയിരുന്നു. രാവിലെ എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യും എവിടെ പോകേണ്ടത് എന്നൊക്കെ. നല്ല അടിപൊളി ഫോട്ടോ വെച്ച് തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ക്ഷീണം പിടിച്ച് ഇപ്പൊ തന്നെ മാടിപ്പോയി. ഫോട്ടോ ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ വൈറ്റിൽ നേരെ ബസ് കയറിയിട്ട് ഹൈക്കോട്ടേക്ക് പോയി. അവിടെ നിന്ന് വാട്ടർ മെട്രോയിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ എല്ലാം കൂടെ ആയല്ലോ. വാട്ടർ മെട്രോയിൽ ഇതുവരെ ഇവർ കയറിയിട്ടുണ്ടായിരുന്നു. ഇവർ പണ്ട് ഇവിടെ ഫോട്ടോ വെച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു 5-6 വർഷം മുമ്പേ. അപ്പോൾ ഒന്നും വാട്ടർ മെട്രോ അല്ല. വാട്ടർ മെട്രോ ഇപ്പം വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെച്ച് ഇവിടെ നേരെ വൈപ്പിനിലേക്ക് പോകാം. അതാകുമ്പോൾ കുറച്ച് സമയം നമുക്ക് വാട്ടർ മെട്രോയിൽ സ്പെൻഡും ചെയ്യാമല്ലോ. അപ്പം കാക്കനാടും ഉണ്ട് വാട്ടർ മെട്രോ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടേക്കും പോകാനില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അവിടെ നല്ല രസമല്ലേ പിന്നെയും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് വേഗം അവിടെ എത്തിയ കറക്റ്റ് ടൈമായിരുന്നു. 3:30 വൈപ്പിനിലേക്ക് ഉണ്ടായിരുന്നു. നേരെ വാട്ടർ മെട്രോ കയറിയിട്ട് ഇനി നേരെ വൈപ്പിനിലേക്ക് കേട്ടോ. പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു.
വെയിലായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 2:30 അങ്ങനെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടലായിട്ട് 100 ആൾക്കാരെ കയറ്റുമല്ലോ. സീറ്റൊക്കെ പൊന്നൂനും അച്ഛനും അർജുനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും അഗേട്ടനൊക്കെ ഇങ്ങനെ അങ്ങ് നടന്ന് കളിക്കുമായിരുന്നു. കാരണം നമുക്ക് വാട്ടർ മെട്രോ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ വൈപ്പിൻ ഭാഗത്തേക്ക് പോകുമ്പോൾ ചരക്ക് കപ്പലും അങ്ങനെ കുറേ കപ്പലൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. മറ്റ് സാധാരണ നമ്മൾ ഇതിൽ ബോട്ടിൽ പോകുന്നതിനെക്കാട്ടിയും അടിപൊളിയാണ് വാട്ടർ മെട്രോയിൽ ഇതുപോലെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇത് ഈ കാണുന്ന വ്യൂ ഒക്കെ ചരക്ക് കപ്പൽ കയറ്റുന്ന വ്യൂ ആട്ടോ. നല്ല രസമാണ്. ഫോട്ടോ വെച്ചിക്കോ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നേരെ ഇതുപോലെ പോകുന്നതായിരിക്കും നല്ലത്, ഇങ്ങനെ ആദ്യമായിട്ട് വരുന്നവരെല്ലാം. ആൻഡ് ഇപ്പം നേരെ നമുക്ക് ഹൈക്കോർട്ട് നേരെ ഫോട്ടോ വെച്ചിക്ക് വാട്ടർ മെട്രോ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വൈപ്പിനിലേക്കാണ് ഇപ്പം നേരെ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ജങ്കാറിലേക്ക് പോകാമെന്ന് കേട്ടോ വിചാരിച്ചത്. ഞാൻ ഇതുവരെ ജങ്കാറിൽ കയറിയിട്ടേ ഇല്ല. നമ്മൾ വണ്ടി പാലില്ലാത്തതുകൊണ്ട് വണ്ടി പാസ് ചെയ്യാൻ മാത്രം വണ്ടി മാത്രം പോകാൻ വേണ്ടിയിട്ട് കയറുന്നൊരു സാധനമല്ലേ ജങ്കാറ്, അതിലൊന്നും കയറിയിട്ടും കൂടിയില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ വൈപ്പിനിലേക്ക് പോകുന്നതും. വൈപ്പിന് കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നമ്മൾ ഇതുവരെ എറണാകുളത്ത് വന്നിട്ട് അങ്ങോട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ അങ്ങ് പോവാന്ന്. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. പിന്നെ വാട്ടർ മെട്രോ ഈസി ആയതുകൊണ്ട് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. വലിയ വലിയ കപ്പലൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചരക്ക് കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് ഈ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം, ആകാശം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർന്ന് വേറെ ഒന്നും വേണ്ട. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാഴ്ചകൾ ഇങ്ങനെ ഓപ്പണായിട്ട് നമ്മൾ കാണുന്നു. അത്രയും ഗ്ലാസ് നല്ല ക്ലിയറൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം വാട്ടർ മെട്രോയിലും ഇപ്പം വരുന്നവർക്കെല്ലാം വാട്ടർ മെട്രോയിലും കയറാം, ഇങ്ങനെ വൈപ്പിനും കാണാം, ചരക്ക് കപ്പലും കാണാം, അങ്ങനെ എല്ലാം കാണാം. ആ വരുന്നതാണ് ജങ്കാറ്. ഇത് നമ്മളൊരു പാലം കിടക്കില്ലേ, അത്രയേ ഉള്ളൂ. പക്ഷേ അത് ഇവിടെ ആക്സസബിൾ ജങ്കാറ് വഴിയാണ്. അതായത് ഒരു വൈപ്പിൻ ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ നമ്മൾ വളഞ്ഞ് വരേണ്ട വരും. അപ്പോൾ ഇത് നമ്മൾ വൈപ്പിനിലെത്തിയിട്ടുണ്ട്. ഏകദേശം 7:30-8:30 വരെയാണ് വൈപ്പിൻ ടു ഹൈക്കോർട്ടുള്ള ഈ വാട്ടർ മെട്രോ ഉള്ളത് കേട്ടോ. അതിന് ശേഷം ഉണ്ടാവില്ല. അപ്പം പോകുന്നവരൊക്കെ നേരത്തെ പോയിക്കോളൂ. പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ കൂടുമ്പോഴാണ് വാട്ടർ മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പം കുറേ പിള്ളേഴ്സ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സും പിള്ളേരൊക്കെ ഇങ്ങനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെക്കേഷനല്ല, അപ്പോൾ അവരിങ്ങനെ ഒരു സമ്മർ ക്യാമ്പ് പോലെയൊക്കെ ഇറങ്ങിയതായിരിക്കും. ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും പിള്ളേരായിരുന്നു നമ്മൾ ഇന്ന് പോയ വാട്ടർ മെട്രോയിൽ ഏറ്റവും കൂടുതലുണ്ടായത്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. കുറച്ച് പേരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കി പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വൈകിട്ട് ഓൾറെഡി കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ വാട്ടർ മെട്രോയിലാണെങ്കിൽ ഓരോ ടിക്കറ്റല്ല, എല്ലാവർക്കും ഒറ്റൊരു കാർഡായിട്ടാണ് അവർ തരാം. അത് ഭയങ്കര ഈസി ആക്സസിബിളാണ്. അങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരായിട്ട് കാർഡ് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ. എല്ലാവർക്കും ഒരു തിരക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വൈബാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ജങ്കാറിലേക്കാണ് കയറാൻ പോകുന്നത്. ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജങ്കാറിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഫുൾ വാഹനമായിരുന്നു. കാരണം ആക്ച്വലി ജങ്കാറെന്ന് വെച്ചാൽ വാഹനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണല്ലോ അങ്ങോട്ട് പാലം കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മളതിൻ്റെ മൂലക്ക് പോയിട്ട് ഒരു സൈഡിൽ ഇരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കമ്പീൻ്റെ മുകളിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കുക, അല്ലെങ്കിൽ നിൽക്കുന്നവർക്ക് ഇതുപോലെ ഇങ്ങനെ സൈഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നല്ല വെയിലായിട്ട് നമ്മൾ കുടവർന്ന് മേടിച്ചിട്ട് തീരെ നിൽക്കാൻ പറ്റുന്നുണ്ടായി. സൂര്യനിങ്ങനെ തലക്കടിക്കുന്നുണ്ടായിരുന്നു. നല്ല തലവേദനയെല്ലാം വരുന്നതുകൊണ്ട് നമ്മൾ ഒരു കുട വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ നേരെ ജങ്കാറിൽ ക്രോസ് ചെയ്ത് പെട്ടെന്നെത്തും. ഒരു 3 മിനിറ്റ് അല്ല, ഒരു അത്രയും ആക്സസിബിളായിട്ട് അത്രയും സ്പീഡിലെത്തും. അങ്ങനെ നമ്മൾ എത്തിയിട്ട് ജങ്കാറിൽ നിന്ന് ഇറങ്ങുവാന്ന്. വലിയ ജങ്കാറാണ്, നല്ല രസമുണ്ട് കാണാൻ. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വേറെ തന്നെ ഒരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. വെയിലായൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇറങ്ങുമ്പം കയറുമ്പോഴും ഈ വണ്ടീൻ്റെ ഇതൊന്ന് സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. വണ്ടി പെട്ടെന്ന് നമ്മൾ കാലൊക്കെ ഒന്ന് സൂക്ഷിക്കണം. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ഫോട്ടോ വെച്ചിക്ക് കേട്ടോ. ഫോട്ടോ വെച്ച് ഇനി പലതും കാണാനുണ്ട്. ഓൾറെഡി പണ്ട് ഞാനും അഗേട്ടനും ഫോട്ടോ വെച്ചിക്ക് വന്നതായിരുന്നു ഫസ്റ്റ് വന്ന സമയത്ത്, എറണാകുളത്ത് വന്ന സമയത്ത്. പക്ഷെ എല്ലാവരെയും കൂടെ ആദ്യമായിട്ടാട്ടോ ഞാൻ പോകുന്നത്. ഇവർ മാത്രം ഫോട്ടോ വെച്ചിൽ പണ്ട് വന്നിട്ടുമുണ്ട്.
ഇതാണ് നമ്മൾ വാട്ടർ മെട്രോ വരുന്നത് കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ ഇതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ ആവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് ഹൈക്കോർട്ടിൽ നിന്ന് കയറിയിട്ട് നേരെ ഇവിടെ വന്ന് ഇറങ്ങാം. നല്ല വെയിലായതുകൊണ്ട് നമ്മൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെയിലത്ത് ഫോർട്ട് കൊച്ചിയിൽ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു വെയിലത്ത് വാടിപ്പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കുറച്ച് തള്ളെത്തുമ്പോൾ എല്ലാം കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുക്കും. എന്നിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്തത്. സമയം ഒരു 3:30 ഒരു 4 മണി അങ്ങനെ ആയിട്ടേ ഉള്ളൂ. അപ്പം മുന്നോട്ട് പോകും തോറും വെയിൽ കുറഞ്ഞു വരും. പക്ഷെ എന്നാലും ഈ ഒരു 5 മണി 6 മണിയൊക്കെ ആവുമല്ലോ സെറ്റാകാൻ വേണ്ടിയിട്ട്. തീരെ കഴിയാത്തതുകൊണ്ട് നമ്മൾ തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. 2 കുടയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും നിച്ചുവും പൊന്നൂനുമാണ് നമ്മൾ തൊപ്പി വാങ്ങിച്ചത്. നിച്ചു പിന്നെ ആദ്യം തന്നെ അവിടെ ഒരു തൊപ്പി തൂക്കിയിട്ടിട്ട് വേഗം പോയി അത് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അതാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറേ തൊപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു തൊപ്പിയാണ് കേട്ടോ നോക്കുന്നത്. ഇതെൻ്റെ കയ്യിലൊരു തൊപ്പിയുണ്ട്, അതിൻ്റെ സെയിം കളർ തന്നെ വേറൊരു തൊപ്പി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രണ്ടാളും അങ്ങനെ സെയിം കളർ എടുത്തിട്ടുണ്ടായി. പക്ഷേ പൊന്നൂന് അത് കുറച്ച് വലുതാണ്, പക്ഷെ എന്നാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വേറെ തന്നെ ഒരു മോഡൽ, നമ്മൾ റൗണ്ട് മോഡലല്ല, ഒരു എന്താ പറയുക ബാക്കൗട്ടായിട്ട് കുറച്ച് വീതിയായിട്ട് മുന്നിൽ ഇങ്ങനെ കുറച്ച് രസമായിട്ടും ഈ ഫ്ലവേഴ്സെല്ലാം അങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുക കേട്ടോ. നമ്മൾ പണ്ട് വന്ന സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് കടലിലൊന്നും അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഇറങ്ങുന്നൊന്നുമില്ല, കടലിലൊന്നും കളിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് വരെ നടക്കേണ്ടതല്ലേ. അപ്പോൾ വെയിലത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുവാണ്. 4 മണി ആയാലും നല്ല ചുട്ടു പൊള്ളുന്ന വെയിലാട്ടോ. പക്ഷെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. കപ്പലൊക്കെ ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളൊരു കടയിൽ നിന്ന് ഐസ്ക്രീം എല്ലാം വാങ്ങിച്ച് എല്ലാവർക്കും കൂടെ ഓരോ ഫ്ലേവർ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് എല്ലാവരും ഓരോ ഫ്ലേവർ അങ്ങ് വാങ്ങി. അതിന് ശേഷം നിച്ചു ലേശം വാശിയൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് നമ്മൾ വെറുതെ ഒന്ന് നടക്കാനിങ്ങനെ ഇറങ്ങി. ഞാൻ നിച്ചും കൂടെ ഓരോ കടയിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഉള്ളോട്ട് നമ്മൾ നോക്കിയിട്ടുമില്ല, ഇവിടുന്ന് പുറമേ നിന്ന് കാണുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തെങ്കിലും കുറേ ഇങ്ങനെ കളക്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ ഷെല്ലിൻ്റെ അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായത്. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് വന്നപ്പോഴത്തേക്ക് അകിയേട്ടൻ നമുക്ക്, അതായത് നിച്ചുവിന് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടെ കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സോസിലൊക്കെ മുക്കി അത് കഴിച്ച് അതിന് ശേഷം സൂര്യൻ ഏകദേശം ഒരു 5 മണി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് സൂര്യൻ താവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് അമ്മേൻ്റെയും നമ്മളെയും അങ്ങനെ ഫോട്ടോസ് നിറഞ്ഞിരിക്കുക കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് മെല്ലെ അങ്ങ് നടക്കുമ്പോഴത്തേക്ക് നമ്മളെ സെയിം സ്ഥലത്തെത്തുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്ന പോലെ തന്നെ പോകാമെന്ന്, അതായത് ജങ്കാറിൽ പോയി വൈപ്പിങ്ങിൽ പോയി പിന്നെ വാട്ടർ മെട്രോ കയറിയിട്ട് ഹൈക്കോർട്ടിലേക്ക് അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചു വന്ന പോലെ തന്നെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ബോട്ടില്ലേ അതിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകണം അതിൽ പോകണമെങ്കിൽ. അതുകൊണ്ട് അത്രയും വരെ നടക്കാൻ നിന്നിട്ടില്ല. ലേശ് ചെയ്താൽ നമ്മൾ വന്ന വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ജങ്കാറിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈമിന് ജങ്കാറും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം അതിൽ ഓടിക്കയറാമെന്ന് വിചാരിച്ച്. പിന്നെ നല്ല മഴക്കാറ് മൂടിയിരിക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല എന്താ പറയുക സൂര്യൻ ഉണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്ക് മഴക്കാറ് മൂടിയ അവസ്ഥയായിരുന്നു. നല്ല മഴ വരാൻ പോകുന്നുള്ള അവസ്ഥ. ചെറിയ പേടി ഉണ്ടായിരുന്നു നനഞ്ഞു പൊതിരുമെന്ന്. പക്ഷെ നമ്മൾ ജങ്കാർ ഇറങ്ങുന്നവരെ മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ നമ്മൾ ചെങ്കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറുങ്ങനെ പാറുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്ത്, അതായത് നമ്മൾ മെട്രോയിൽ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്ത്. വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനൊരു മഴ എറണാകുളത്ത് ഇപ്പം ഈ ചൂടിന് ഇത്രയും വലിയൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുവരെ ചെറുങ്ങനെ പെയ്തിട്ട് പോകാറുണ്ട്, പക്ഷേ ഇത് അടിപൊളി ഇടിയും മിന്നലും കൂടിയൊക്കെ ഒരു മഴയായിരുന്നു. പക്ഷെ നമ്മൾ മെട്രോൻ്റെ ഉള്ളായതുകൊണ്ട് അധികം അറിഞ്ഞിട്ടില്ല. ഒന്നാമതെല്ലാം സെക്യൂർഡായിട്ട് ഭയങ്കര സെക്യൂരിറ്റി കൂടുതലായിരുന്നു മെട്രോ, അതുകൊണ്ട് തീരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റിയിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹൈക്കോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴയെല്ലാം നന്നായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തീരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം തുറന്ന് മേഘമൊക്കെ ക്ലിയർ ആയി റെഡിഷ് പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മെട്രോൻ്റെ അവിടെ നമ്മൾ ഫോട്ടോ ഒന്നും അധികം അവരെടുക്കാൻ വിടില്ല, കാരണം വേഗം അവർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതല്ലേ. അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ മെട്രോൻ്റെ, അതായത് വാട്ടർ മെട്രോൻ്റെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാണുന്നില്ലേ? ഇല്ല 1 2 3 കളിക്കാൻ കഴുത്തിലിറങ്ങിപ്പോവും. 5 ഇതെന്ത് പ്രേതാ ഈ ചെക്കൻ. നിച്ചു ഇടണ്ടേ? ഇത് ഗേൾസിന്റെ തൊപ്പിയാന്ന് പറ. പോവല്ലേടി, ഇരിക്ക വലുതാ. അവരിറങ്ങിയിട്ടില്ലല്ലോ, അമ്മയും പൊന്നും. നിച്ചു എങ്ങനെ നിച്ചു ചിരിക്ക? റെഡി 1 2. എടാ മെല്ലെ ഏട്ടാ. പിന്നെ നമ്മൾ വേഗം ഒരു ഊബർ മേടിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശക്കുന്നുണ്ടായിരുന്നു, കാരണം ഒരു 2:30 ഫുഡ് കഴിച്ചപ്പാടിറങ്ങിയതല്ലേ ഉച്ചത്തേക്ക്. പിന്നെ ഇങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും രാത്രി ആയപ്പോഴത്തേക്ക് വിശന്ന് നമ്മൾ നേരെ പോയത് പാലാരിവട്ട തരിപ്പയില കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ MG റോഡിൽ സെൻട്രൽ സ്ക്വയറിൻ്റെ അവിടെ ഒരു അരിപ്പില്ലേ, അവിടെയൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, കുറച്ച് സ്പേസുകൾ. പക്ഷേ ഇവിടെ പാലാരിവട്ട തരിപ്പയിൽ ഭയങ്കര സ്പേസാണ്. നമ്മൾ പോയൊരു 7 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. മീൻസ് ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു, മെയിൻ സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നല്ല അടിപൊളി ഫുഡായിരുന്നു അരിപ്പയിൽ. ഇതൊന്നും പറയാനില്ല, എനിക്ക് അരിപ്പയിലെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അരിപ്പ, പലാരം, അങ്ങനെ ഭയങ്കര ഫേമസ് ആയ കുറച്ച് എറണാകുളത്തെ കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഈ അരിപ്പേൻ്റെ ഈ പാലാരിവട്ടത്തെ അരിപ്പേൻ്റെ പുറത്താണ് ഇങ്ങനെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫുഡ് വരുന്നതിന് മുന്നേ കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ബിരിയാണിയാണ് പറഞ്ഞത്, ഞാനും പൊന്നും ബിരിയാണി പറഞ്ഞു. ബാക്കി ഇവർ ചപ്പാത്തി, അങ്ങനെ പൊറോട്ട അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അടിപൊളി ഫുഡും അതും ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ഊബർ മേടിച്ചു, കാരണം ഇനി വൈറ്റിലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അടുത്താണ്. കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തും നമ്മൾ വൈറ്റിലയിലേക്ക് പാലാരിവട്ടത്തു നിന്ന്. അതുകൊണ്ട് എളുപ്പത്തിൽ അങ്ങ് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഒരു ഊബർ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മാക്സിമം എൻജോയ് ചെയ്തു, മാക്സിമം പുറത്ത് പോയി എല്ലായിടത്തും പോയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഫുഡൊക്കെ കഴിയുമ്പോൾ തന്നെ നല്ല ടയേർഡായി, കാരണം ഫോട്ടോ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നടത്തല്ലേ കൂടുതലും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് നാളെ കാണാം കേട്ടോ.